നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ട്രെയിനിൽ നിന്ന് ചവിട്ടിത്തള്ളിയിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു. എന്നാൽ ശ്രീകുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ വഷളാകാത്തതിനാൽ ഡോക്ടർമാർ പ്രതീക്ഷയിലാണ്. 2 ദിവസം ഈ സ്ഥിതി തുടർന്നാൽ പതിയെ മെച്ചപ്പെടുമെന്നും ഡോക്ടർമാർ പറയുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രി ക്രിട്ടിക്കൽ കെയർ ICUവിൽ വെന്റിലേറ്ററിലാണ് ശ്രീകുട്ടിയുള്ളത്. അബോധാവസ്ഥയിലാണെങ്കിലും ഇടയ്ക്ക് കൈകാലുകൾ അനക്കാൻ ശ്രമിച്ചു. ഇന്നലെ രാവിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കിരണിന്റെ നേതൃത്വത്തിൽ സർജറി, ന്യൂറോ മെഡിസിൻ, ന്യൂറോ സർജറി, ക്രിട്ടിക്കൽ കെയർ, ENT, ഓർത്തോ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ശ്രീകുട്ടിയുടെ ആരോഗ്യനില വിലയിരുത്തി. വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറിളക്കി മറിഞ്ഞുള്ള ആക്സോണൽ ഇഞ്ചുറി ഉണ്ടായെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. അതിനാൽ സാധാരണ നിലയിലാകാൻ സമയം വേണ്ടിവരും. കേസിൽ പ്രതി പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാർ റിമാൻഡിലാണ്. 2 ദിവസത്തിനകം പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പെൺകുട്ടിയെ തള്ളിയിട്ടത് പ്രതിയുടെ പുകവലി ചോദ്യം ചെയ്തതിനെ തുടർന്നാണെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പുകവലിച്ചുകൊണ്ടടുത്തെത്തിയ സുരേഷിനോട് കുട്ടി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതേ പ്രകോപന കാരണം. ശ്രീകുട്ടിയെ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ റെയിൽവേക്ക് ലഭിച്ചു. ഞായറാഴ്ച 2 ബാറുകളിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടാണ് പ്രതി ട്രെയിനിൽ കയറിയത്. വാഷ്റൂമിൽ പോയി മടങ്ങിയെത്തുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് പുകവലിച്ചുകൊണ്ട് ഇയാൾ വരികയായിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് പരാതി നൽകുമെന്ന് പെൺകുട്ടികൾ പറഞ്ഞതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി ട്രാക്കിലേക്ക് തള്ളിയിടുകയായിരുന്നു. 2 പെൺകുട്ടിയെയും ഇയാൾ ആക്രമിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.